ഡെറാഡൂണിലെ സഹസ്രധാരയിലും ഹിമാചൽ പ്രദേശിലെ ഷിംലയിലും മണ്ഡിയിലും സ്ഥിതികൾ അല്പം പ്രശ്നമാണ്. ഇന്നലെ രാത്രി 11:30 ശേഷം സഹസ്രധാരയിൽ ഒന്നിലധികം ഇടങ്ങളിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. അതിന് പിന്നാലെ മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ സംഭവിച്ചു. അതിന് പിന്നാലെയാണ് ഈ തംസ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് അത് കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയത്. 2 പേരെയാണ് സഹസ്രധാരയിൽ കാണാതായി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നു. ഇത് ഡെറാഡൂണിന് തൊട്ടടുത്തുള്ള, അതായത് ഡെറാഡൂൺ നഗരത്തിൻ്റെ തന്നെ പ്രാന്തപ്രദേശമാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം തന്നെ സുരക്ഷാ മേഖലകളിലേക്ക്, അതായത് കുറച്ചുകൂടി ഉയർന്ന സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇനിയും തുടർന്നും അപകടമുണ്ടാകാമെന്നുള്ള വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോഴും മഴ അവിടെ തുടരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. താപകേശ്വർ ക്ഷേത്രത്തിലേക്കും വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറി. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ഒരു ശിവലിംഗമുണ്ട്, അതെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്, മുങ്ങിപ്പോയിരിക്കുന്നു. ഋഷികേശിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയുണ്ട്. അവിടെയും ഈ നദി കരകവിഞ്ഞൊഴുകിയാണ്. ഒരുപാട് വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടുപോയി. ഹിമാചൽ പ്രദേശിലേക്ക് വന്നാൽ അവിടെ ഷിംലയിൽ ദേശീയപാത 15 അടച്ചിരിക്കുന്നു. മണ്ഡിയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. അവിടെ ആൾനാശം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും റോഡുകൾ തകർന്നു പോയിട്ടുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വെള്ളം ഇരച്ചു കയറി ബസ്സുകൾ പലതും ഒലിച്ചുപോയി. ഇവിടെയെല്ലാം ഇപ്പോഴും മഴ തുടരുന്നത് തന്നെയാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ഇപ്പോൾ ഡെറാഡൂണിൽ തന്നെ അവിടെ പലയിടത്ത് ഏകദേശം 25-നും 35-നും ഇടങ്ങളിൽ 100 മീറ്ററോളം ദൂരത്ത് റോഡുകൾ പൊട്ടി ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരും എല്ലാ സഹായങ്ങളും ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. SDRFിൻ്റെയും NDRFിൻ്റെയും കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തി എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല IT പാർക്കിലേക്കും വെള്ളം ഇരച്ചു കയറിയിരുന്നു ഈ സഹസ്രധാരയിലെ. അപ്പോൾ അവിടെയും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ കനക്കാമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.